പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പമ്പയുടെ ദാനം പന്തളം ശബരിമല. പമ്പയുടെ ദാനം അന്നദാനം. അന്നദാനം. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലം നഗരത്തിലാണ്, കല്ലമ്പലം പട്ടണത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന അണ്ണ പല പ്രാവശ്യം നമ്മളെ കയ്യിൽ നിന്ന് അണ്ണന് അവസരങ്ങൾ കിട്ടിയിട്ടും സമ്മാനം നേടുവാൻ കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ്. വരും കാലങ്ങളിലും ഇപ്പോഴും ഒരുപാട് ജോലി സാധ്യതകളുള്ള നിരവധി കോഴ്സുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. 3 മാസം, 6 മാസം, 1 വർഷം അത്തരത്തിലുള്ള കോഴ്സുകളാണ്. CCTV, ക്യാമറമാൻ, ടെക്നീഷ്യൻ, അതുപോലെയുള്ള നമുക്കെപ്പോഴും സുരക്ഷിതമായ രീതിയിലുള്ള ജോലി സുരക്ഷിതമുള്ള ഒരു കോഴ്സുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പമ്പയുടെ സ്ഥാനം അറിയപ്പെടുന്ന സ്ഥലം ദാനം. ദാനം അറിയില്ല. അപ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഇന്ന് ചെമ്മരത്തി ഗ്രാമപഞ്ചായത്തിലെ ഒരു കാതികേനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ശിവരാത്രിക്കുണ്ട്. കിളിമാനൂർ അല്ലേ? കഴിഞ്ഞ വർഷം മുതൽ പോയി തുടങ്ങി. പ്രോഗ്രാമിന് പോയി തുടങ്ങി. 4 പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ശിവരാത്രിക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശം IPCS ഗ്ലോബൽ ആറ്റിങ്ങൽ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശബരിമലയല്ല, മറ്റൊരു സ്ഥലമാണ്. ഇവിടെ മറ്റാരെങ്കിലും പറയുമോ നോക്കാം. എന്തായാലും അങ്ങനെ അങ്ങ് പോകണ്ട, കാതികയല്ലേ. ഒന്നേ ഒരു കഥാപ്രസംഗം അല്ലെങ്കിൽ ഒരു ചെറിയ ഗാനം ഏതെങ്കിലും ഒന്ന് പാടിയിട്ടേ പോകാൻ പറ്റും നമ്മളെ പ്രേക്ഷകർ. കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാർകുഴലിൽ നീലിമയാകെ. കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാർകുഴലിൽ നീലിമയാകെ. ഇന്ദുമുഖി നിൻ ചില്ലികളാവാൻ ഇന്ദ്രധനുസിനു പണി തീർന്നില്ല. ഇന്ദ്രമുഖി നിൻ ചില്ലികളാവാൻ ഇന്ദ്രധനുസിന് പണി തീർന്നില്ല. കവർന്നെടുത്തുവോ കാർമേഘം നിൻ കാർകുഴലിൽ നീലിമയാകെ. മനോഹരമായിരിക്കുന്നു. IPCS ഗ്ലോബൽ നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പമ്പയുടെ ദാനം പന്തളം പമ്പാ നദി. പമ്പയുടെ ദാനം എന്നറിഞ്ഞ സ്ഥലം പന്തളം കൊട്ട ശബരിമല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നതാണ് എരുമേലി. നമ്മളെ എരുമേലി അല്ലേ? എരുമേലി അല്ല, മറ്റൊരു സ്ഥലമാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശബരിമല. പമ്പയെന്ന് പറഞ്ഞ സ്ഥലം ശബരിമല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ശബരിമല അല്ലേ? ശബരിമല അല്ല, പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ശബരിമല. എരുമേലിയിൽ കൊടുക്കൂല, നിലയ്ക്കലും കൊടുക്കൂല, ശബരിമല തന്നെ അല്ലേ? എന്നാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. പമ്പയുടെ ദാനം അന്നദാനം. അന്നദാനം. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം
സ്ഥലം സ്ഥലം അറിയാൻ വയ്യ. IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ശബരിമല. ശബരിമല അല്ല. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെയാണ് പമ്പയുടെ ദാനം എന്ന് ഈ ഒരു സ്ഥലത്തിനെ അറിയപ്പെടുന്നത്. നെൽകൃഷി ധാരാളമായി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കുട്ടനാട്. അപ്പോൾ കുട്ടനാട് എന്ന പ്രദേശമാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.